ഹലോ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഡിഗ്രി പ്രിലിംസിന് വരുന്ന കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സാണ്. ഹോട്ട് ടോപ്പിക്സാണ്. കൂടുതൽ ടൈംസ് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻസും ഉള്ള ടോപ്പിക്സാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഹിസ്റ്ററിയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ചോദിച്ചേക്കുന്നത് റിലീജിയസ് റിഫോം മൂവ്മെൻറ്റ്സ് ആണ്. ഓക്കെ, അതൊരു 10 മാർക്കിനൊക്കെയാണ് ചോദിച്ചേക്കുന്നത്. പ്രീവിയസ്ലി നമ്മളൊരു 10 ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും നമുക്ക് ഒരു ക്വസ്റ്റ്യൻ വെച്ചിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഈ ഒരു ടോപ്പിക്കിൽ. സോ ഫസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് ഈ റിലീജിയസ് റിഫോമിൻ്റെ മൂവ്മെൻറ്റ്സിനെ കുറിച്ചുള്ളതായിരിക്കും. അതിനുശേഷം ഫ്രഞ്ച് റെവല്യൂഷൻ വരുന്നുണ്ട്. പിന്നെ മിഡീവൽ ഇന്ത്യയിൽ നമുക്ക് ആക്ച്വലി പൊളിറ്റിക്കൽ ഹിസ്റ്ററി ഉണ്ട്. ബ്രിട്ടീഷിൻ്റെ എസ്റ്റാബ്ലിഷ്മെൻറ്റ്, അഡ്മിനിസ്ട്രേഷൻ റിഫോംസ് എന്തൊക്കെയാണ്, ആ ഒരു സെക്ഷനിലും കൂടെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഇതിൽ ഈ ഒരു 3 സെക്ഷനാണ് ഏറ്റവും കൂടുതൽ മാർക്കിനുള്ളത്. അതിനുശേഷം വരുന്നത് നമ്മുടെ മാർത്താണ്ഡവർമ്മ തൊട്ട് ശ്രീ ചിത്തിര തിരുനാൾ വരെയുള്ള ആ ഒരു പീരീഡിൽ നടക്കുന്ന കാര്യങ്ങളും അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സാണ്. അപ്പോൾ അതിനൊരു 5-6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കേണ്ട ടോപ്പിക്സ് എന്ന് പറയുന്നത് റിലീജിയസ് റിഫോം മൂവ്മെൻറ്റ്സും ഫ്രഞ്ച് റെവല്യൂഷൻ ആൻഡ് മിഡീവൽ ഇന്ത്യ ആണ്. പിന്നീട് നമ്മൾ ജോഗ്രഫി എടുക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഈ 2 സെക്ഷനാണ്. നോർത്തേൺ മൗണ്ടെയ്ൻസിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, നോർത്തേൺ ഗ്രേറ്റ് പ്ലെയിൻസ്. ഈ 2 സെക്ഷനും മിനിമം 6 തവണയാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ അടുത്തത് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ടോപ്പിക് എന്ന് പറയുന്നത് പ്രഷർ ബെൽറ്റ് ആൻഡ് വിൻഡ്സ് ആണ്. 6 തവണ ചോദിച്ചിട്ടുണ്ട് ഈ ഒരു സെക്ഷനിൽ നിന്ന്. ജോഗ്രഫി എപ്പോഴും ഈ ഒരു ടോപ്പിക്സ് എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. എല്ലാം 5-6 തവണ ചോദിച്ചിരിക്കണമെന്നാണ് ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. റോക്സും അറ്റ്മോസ്ഫിയറിക് ലെയേഴ്സും 5 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ് അറ്റ്മോസ്ഫിയറിക് ലെയർ? നോർമലായിട്ട് അറ്റ്മോസ്ഫിയറിനെ കുറിച്ചുള്ള എന്ത് വേണമെങ്കിലും ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഒരു 5-6 തവണ ഇത്രയും ടോപ്പിക്സും റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ജോഗ്രഫിയിൽ തന്നെ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് കൊടുക്കേണ്ട പോർഷൻസാണ് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഇനി നമ്മൾ എക്കണോമിക്സ് എടുക്കുന്ന സമയത്ത് അവിടെ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് കൊടുക്കേണ്ടത് 5 ഇയർ പ്ലാനിനും പിന്നെ നാഷണൽ ഇൻകത്തിനാണ്. ഓക്കെ, 5 ഇയർ പ്ലാൻസ് ഏതൊക്കെയാണെന്നും എത്രത്തോളമാണ് അത് ഇമ്പോർട്ടൻസ് ഉള്ളത്, എത്രത്തോളം അത് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുള്ളതും നമുക്കതൊന്ന് പഠിക്കണം. പിന്നെ RBIയുടെ ഫങ്ഷൻസും അതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. RBI ആൻഡ് ഫങ്ഷൻസ്. പോളിറ്റി വരുന്ന സമയത്ത് പൊളിറ്റിക്സിൽ സിവിൽ സർവീസസും RTA ആക്റ്റുമാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. പിന്നെ കറണ്ട് ഗവൺമെൻറ് ഏതാണെന്നും പിന്നെ അതിലുള്ള ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്താണെന്നും ഏറ്റവും കൂടുതൽ നോക്കണം. ഈ ഒരു സെക്ഷനിൽ നമുക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാനുള്ള ടോപ്പിക് എന്ന് പറയുന്നത് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആൻഡ് RTA ആക്റ്റാണ്. നെക്സ്റ്റ് നമ്മൾ ആർട്ടിലോട്ട് പോകുന്ന സമയത്ത് ആർട്ടിൽ നമുക്ക് ആക്ച്വലി ഫെസ്റ്റിവൽസ് ഓഫ് കേരള ആണ് മെയിനായിട്ടുള്ളത്. ദെൻ നമുക്ക് മൈൽ സ്റ്റോൺസ് ഓഫ് മലയാളം സിനിമ എന്തൊക്കെയാണ് ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ കറൻ്റ്ലി നടക്കുന്ന കാര്യങ്ങൾ കുറച്ചുകൂടെ അത്യാവശ്യം നന്നായിട്ട് റെലവൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കുക. അതല്ലാതെ ഫെസ്റ്റിവൽസ് ഓഫ് കേരള ഇമ്പോർട്ടൻ്റ് ആണ്. ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഒരു സെക്ഷൻ ആർട്ടിൽ ഫെസ്റ്റിവൽസ് എന്നാണ്. കേരളയിൽ മാത്രമല്ല ബാക്കിയുള്ളത് അറിഞ്ഞിരിക്കണം, ബട്ട് കേരളയാണ് കുറച്ചുകൂടെ ഇമ്പോർട്ടൻറ്റ്. സ്പോർട്സിൽ ആസ് യൂഷ്വൽ ഏഷ്യൻ ഗെയിംസ് ആൻഡ് കോമൺവെൽത്ത് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് എന്ന് പറയുന്നത്. IT എടുക്കുന്ന സമയത്ത് നമുക്ക് ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സും ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ ISROയിലും DRDOയിലും രണ്ടിലും റീസെൻ്റായിട്ട് നടന്നിരിക്കുന്ന എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ടോ, അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും റിസർച്ചിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. അടുത്തത് ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ബയോഡൈവേഴ്സിറ്റി ഉണ്ട്. ഒരു മാക്സിമം 13 മാർക്സിനൊക്കെ ചോദിച്ചിട്ടുണ്ട്. ദെൻ റീസെൻ്റായിട്ട് നടക്കുന്ന സയൻറ്റിഫിക് റിസർച്ച് എന്തൊക്കെയാണ്, ഏതൊക്കെ സയൻറ്റിസ്റ്റാണ് ആ ഒരു കൈൻഡ് ഓഫ് വർക്ക് ചെയ്യുന്നത്, പിന്നെ കണ്ടുപിടുത്തങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കണം. ഇന്ത്യയിലാണ് മെയിനായിട്ട് പറയുന്നത്, ബാക്കിയുള്ളതും അറിഞ്ഞാൽ നല്ലതാണ്. ദെൻ ആസ് യൂഷ്വൽ പൊല്യൂഷൻ ആൻഡ് ഗ്ലോബൽ വാർമിംഗ്. ഇത് നമ്മൾ അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ജനറലി അറിയുന്ന ടോപ്പിക്കാണല്ലോ. എന്നാലും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം അറിഞ്ഞു വെക്കുക, അതൊന്നും ചോദിക്കാറുണ്ട്. ഈ സയൻസ് ആൻഡ് ടെക്നോളജി പോർഷൻ ബയോഡൈവേഴ്സിറ്റി എന്നാണ് ഏറ്റവും കൂടുതൽ ചോദിച്ചിരിക്കുന്നത്. പിന്നെ റീസെൻ്റ് ആയിട്ടുള്ള ISRO ആൻഡ് DRDO അത് എന്തായാലും 1 മാർക്കിന് എന്തായാലും ഉണ്ടാവും. കൺഫേം ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ടോപ്പിക്കാണ്. അപ്പോൾ ഇപ്പോൾ ഒരു ബിഗിനർ ആയിട്ടുള്ള ഒരാൾ PSC പ്രിലിംസ് അപ്ലൈ ചെയ്യുവാണ്, നിങ്ങൾ അപ്ലൈ ചെയ്തു, നിങ്ങൾ പഠിച്ചിട്ടേ ഇല്ല, ഒന്നും പഠിച്ചിട്ടില്ല, പഠിക്കാൻ സമയം കിട്ടുന്നില്ല, എന്താ ചെയ്യേണ്ടതെന്ന് അറിയണില്ല എന്നുണ്ടെങ്കിൽ ഇത്രയും ടോപ്പിക്സ് ഉണ്ടല്ലോ. ഇപ്പം ഞാനിവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തേക്കുന്ന ടോപ്പിക്സ് നമുക്കിനി ഒരു മാസമൊക്കെയാണ് ഉള്ളത് തികച്ച് പഠിക്കാനായിട്ടല്ലേ. 1 മാസം കഴിഞ്ഞാൽ എക്സാം വരുവാണ്. അപ്പോൾ ഈ ടോപ്പിക്സ് മാത്രം ഒന്ന് അത്യാവശ്യം നിങ്ങൾ പഠിച്ചു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിക്ക് എഴുതാൻ പറ്റും ഞാൻ ഉറപ്പ് തരുന്നില്ല, ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. ഞാൻ എന്തെങ്കിലും പഠിച്ചിട്ടാണ് ഞാൻ എക്സാമിന് പോയെന്നുള്ളത്. വേറൊരു കാര്യം കൂടെ ഉണ്ട്, ഇത് പ്രിലിംസിന് മാത്രമല്ല. നിങ്ങളിപ്പോൾ വേറെ ഏതെങ്കിലും എക്സാം എഴുതുന്ന ആളാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ
സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ എക്സാംസൊക്കെ എഴുതുന്ന ആൾക്കാരാണെങ്കിലും നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ അവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. കേരളത്തിൽ മാത്രം ഇതിൽ പറയുന്നുണ്ടല്ലോ. അപ്പോൾ അതല്ലാതെ ബാക്കിയുള്ളത് നമ്മൾ പഠിക്കുന്ന സമയത്ത് ഇറ്റ് ഈസ് ആക്ച്വലി യൂസ്ഫുൾ. അപ്പോൾ ഈ ഒരു എക്സാമിന് വേണ്ടി മാത്രമായിട്ട് അങ്ങനെ വിചാരിക്കേണ്ട. പ്രിലിംസിനാണ് ഈ ഒരു ക്വസ്റ്റ്യൻസും അല്ലെങ്കിൽ ഈ ഒരു സെക്ഷനിൽ ടോപ്പിക്സ് കൂടുതൽ ചോദിച്ചിരിക്കുന്നതെന്നാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ദാറ്റ് ഡസൻ മീൻ ബാക്കിയുള്ള എക്സാംസിന് ഇത് വരില്ല എന്ന്. കാരണം പഠിച്ചാൽ നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ്, ഏറ്റവും നിങ്ങൾക്ക് ഉപകാരമുള്ള ടോപ്പിക്സാണ് ഇവിടെ ഈ പറഞ്ഞേക്കുന്ന എല്ലാം. നിങ്ങൾക്ക് ചിലപ്പോൾ ഓൾറെഡി എഴുതിയ ആൾക്കാർക്ക് ഇത് കണ്ടാൽ അറിയുമായിരിക്കും അല്ലേ. എല്ലാ എക്സാംസിനും ഈ ഒരു സെക്ഷനൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത്രയും ടോപ്പിക്സ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ ഓൾറെഡി പഠിച്ച് നന്നായിട്ട് റിവൈസ് ഒക്കെ ചെയ്തിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഈ സെക്ഷനുള്ള ക്വസ്റ്റ്യൻസ് നല്ലോണം വർക്കൗട്ട് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് വളരെ നല്ല രീതിക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയാസാണ് ഇതെല്ലാം. എന്തായാലും ഇപ്പം നിങ്ങൾ എഴുതി വെച്ചോളൂ, ഈ ടോപ്പിക്സ് എഴുതി വെച്ചോളൂ. പ്രിലിംസിന് എക്സാം ശേഷം ക്വസ്റ്റ്യൻ പേപ്പറെല്ലാം നിങ്ങളെ കയ്യിൽ കിട്ടുന്ന സമയത്ത് നിങ്ങൾക്കൊരു സാറ്റിസ്ഫാക്ഷൻ എന്തായാലും ഉണ്ടാവും, ഞാനത് ഉറപ്പ് തരാം. അതിനുശേഷം നിങ്ങൾ എക്സാം എഴുതിയിട്ട് ഒന്ന് ഈ വീഡിയോ വീണ്ടും ഒന്ന് കാണാൻ പറ്റുവാണെങ്കിൽ നന്നായിരിക്കും. കണ്ടിട്ട് കമൻറ്റിൽ നിങ്ങൾക്ക് പറയാം നിങ്ങൾക്ക് എങ്ങനെ ഫീൽ ചെയ്തു എന്നുള്ളത്. കാരണം എന്തായാലും എനിക്ക് ഷുവറുള്ള കാര്യമാണ്, ഇത്രയും ടോപ്പിക്സിലുള്ള ക്വസ്റ്റ്യൻസിൽ എന്തായാലും നിങ്ങൾക്ക് ഇതെന്തായാലും വരുമെന്ന് അത്രയും ഷുവറിറ്റി ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇത്രയും ടോപ്പിക്സ് ഇവിടെ ഇട്ടേക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് തനിയെ തന്നെ ഈ ഒരു സംഭവം ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. നിങ്ങൾക്ക് 10 ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിലുണ്ടാവുമല്ലോ. ജസ്റ്റ് ഗോ ത്രൂ ദ ക്വസ്റ്റ്യൻ പേപ്പർ. ഒരു 2-3 തവണ അങ്ങനെ വായിച്ച് നോക്കുക ക്വസ്റ്റ്യൻ പേപ്പർ മാത്രം. എന്നിട്ട് നിങ്ങൾക്ക് കുറച്ച് ടോപ്പിക്സ് എഴുതി വെച്ച് കഴിഞ്ഞാൽ അതിൽ നിങ്ങൾ എഴുതി വെച്ച ടോപ്പിക് എന്തായാലും ഇതിനകത്തുണ്ടാവും, ഐ എം ഷുവർ. സോ ഇത്രയാണ് ഹോട്ട് ടോപ്പിക്സ് എന്ന് പറയാനുള്ളത്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള, റിപ്പീറ്റഡായിട്ട് ചോദിച്ചിട്ടുള്ള ടോപ്പിക്സാണ് ഇവിടെ ഞാൻ ലിസ്റ്റ് ഔട്ട് ചെയ്തേക്കുന്നത്. ഓക്കെ, അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബായ്. PSCയുടെ അപ്ഡേറ്റ്സ് കിട്ടാനും നോട്ടിഫിക്കേഷൻ കിട്ടാനുമായിട്ട് ഒരു ടെലിഗ്രാം ഗ്രൂപ്പ് ഉണ്ട് നമുക്ക്, അതിൽ ജോയിൻ ചെയ്യാം. ഞാൻ ലിങ്ക് താഴെ കൊടുക്കാം. സ്റ്റഡി മെറ്റീരിയൽസും എല്ലാം അവിടെ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഫ്രീ ആണ്. So that's all. Thank you.